G20 ഉച്ചകോടിയിൽ ഇന്ത്യയും ചൈനയും അനൗപചാരിക കൂടിക്കാഴ്ച നടത്തി. G20 ഉച്ചകോടിക്കിടെയാണ് കൂടിക്കാഴ്ച നടത്തിയത്. മോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ ഹസ്തദാനം നടത്തി. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഈ നേരത്തെ ചൈന ഈ ആവശ്യം നിരസിച്ചിരുന്നുവെന്നും കൂടിക്കാഴ്ച ഉണ്ടാകില്ല എന്നുമായിരുന്നല്ലോ റിപ്പോർട്ട്. ഇത് ഔദ്യോഗികമായുള്ള കൂടിക്കാഴ്ചയാണോ? ഏത് സാഹചര്യത്തിലാണിത്? അരുൺ, ഇപ്പോൾ സംഭവിച്ചത് G20 ഉച്ചകോടിക്ക് മുമ്പായി 5 രാഷ്ട്രങ്ങളുടെ ബ്രിക്സ് യോഗം ഹാംബർഗിൽ ചേർന്നിരുന്നു. ഇതിൽ ഇന്ത്യ, ചൈന, ബ്രസീൽ, റഷ്യ, സൗത്ത് ആഫ്രിക്ക രാജ്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 5 രാജ്യങ്ങളുടെയും തലവന്മാർ ഈ യോഗത്തിന് എത്തുകയും ചെയ്തു. ഈ യോഗത്തിന് എത്തിയപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്തദാനം ചെയ്തത്. അതിനുശേഷം ഇരുവരും വളരെ സൗഹൃദത്തോടെ പെരുമാറിയത്. അതിനുശേഷം പിന്നീട് ഇരു രാജ്യങ്ങളും ഈ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2016 ഗോവയിൽ നടന്ന യോഗ തീരുമാനങ്ങൾ എത്രത്തോളം മുന്നോട്ട് പ്രസ്താവനയിൽ ഇന്ത്യയും ചൈനയും ഏതെങ്കിലും തരത്തിലുള്ളൊരു എതിർപ്പ് അതിലുണ്ടായില്ല. പകരം ഇരു രാജ്യങ്ങളും പരസ്പരം പ്രകീർത്തിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ത്യയുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ വളർച്ച ചൈന എടുത്തു പറഞ്ഞു. എന്നാൽ ചൈനയും കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയുടെ യോഗ തീരുമാനങ്ങൾ ചൈനയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞുവെന്ന് ഇന്ത്യയും പ്രകീർത്തിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടി നടക്കുകയാണ്. അതിനുശേഷം G20 ഉച്ചകോടിയിലേക്ക് കടക്കും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരു രാഷ്ട്രത്തലവന്മാരിൽ നിന്ന് ഹസ്തദാനം ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇരുവരും തമ്മിലുള്ളൊരു പ്രത്യേകം കൂടിക്കാഴ്ച, ഔദ്യോഗിക ചർച്ചകൾ നടക്കില്ല എന്നാണ് ഇപ്പോഴും ചൈന നിലപാടെടുത്തിരിക്കുന്നത്. അന്തരീക്ഷം ഇല്ല എന്നാണ് ചൈന അറിയിച്ചിരിക്കുന്നത്. മറ്റ് രാഷ്ട്ര തലവന്മാരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇരുവരും കാണുക. കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് അധികമായുള്ളത്. പക്ഷേ ഈ അതിർത്തി തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ 2 രാജ്യ നേതാക്കന്മാരും തമ്മിൽ പ്രത്യേകം ചർച്ച നടത്തുന്നതായിരിക്കും നല്ലതെന്ന് പല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴുമില്ല. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി, വിഷ്ണു, വിപിൻ ലാൽ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു. പൾസർ സുനിയുടെ ഹർജി കോടതി തള്ളി. സിബി ജോസഫ് കൊച്ചിയിൽ നിന്ന്. സിബി, എന്താണ് ഈ കേസിന്റെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്? അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് പൾസർ സുനിയുടെ കാക്കനാട് ജയിലിലെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൾസർ സുനിയെയും അതോടൊപ്പം തന്നെ വിഷ്ണുവിനെയും ബിപിൻ ലാലിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ് പോലീസ്. കാരണം ഇന്നാണ് വിഷ്ണുവിനെയും ബിപിൻ ലാലിനെയും കാക്കനാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ 2 ദിവസമായി പൾസർ സുനി പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങളിൽ പൊരുത്തമുണ്ടോ എന്നറിയാൻ ഇവരെ ഒരുമിച്ചും വെവ്വേറെയും മാറ്റിയിരുത്തി ചോദ്യം ചെയ്യും. മാത്രമല്ല, ഈ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഈ ജയിലിൽ വെച്ച് നാദിർഷയും അതുപോലെ ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയും വിളിച്ചതായി പൾസർ സുനി സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് മറ്റൊരു കാര്യവും പൾസർ സുനി പറയുന്നില്ല. തീർച്ചയായും പൾസർ സുനി എല്ലാ കാര്യങ്ങളും നിസ്സഹകരിക്കുന്ന ഒരു മനോഭാവമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി പോലീസ് അന്വേഷണത്തെ കുഴപ്പിക്കുന്നുമുണ്ട്. പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കേസിൽ വൻ സ്രാവുകൾ ഉണ്ടെന്ന് പറയുമ്പോഴും പോലീസ് ചോദ്യം ചെയ്തതിൽ ഗൂഢാലോചന സംബന്ധിച്ച് യാതൊരു വിവരവും പൾസർ സുനി നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് ഈ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പൾസർ സുനിക്ക് കാക്കാട് ജയിലിൽ എങ്ങനെ ഫോൺ എത്തി എന്ന കാര്യത്തിലുള്ള അന്വേഷണത്തിൽ ഇന്ന് മലപ്പുറം സ്വദേശിയായ ഇമ്രാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ ഏകദേശം 4 മണിക്കൂർ 12 മണിക്ക് എത്തിച്ച ഇമ്രാനെ ഇപ്പോൾ ഏകദേശം 5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ചോദ്യം ചെയ്തു വരികയാണ്. ഇതുകൂടാതെ ദിലീപിൻ്റെ മറ്റ് 2 സുഹൃത്തുക്കളെ കൂടെ ഇവിടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു കഴിഞ്ഞു. ദിലീപിൻ്റെ മറ്റ് ചില ദേപുട്ട് പോലുള്ള സ്ഥാപനങ്ങളുടെ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഇന്ന് ഇവിടെ ചോദ്യം ചെയ്യാൻ എത്തിയതെന്നാണ് നമുക്ക് അറിയാനും കഴിയുന്ന വിവരം. എന്തായാലും ഈ കേസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് എല്ലാ മേഖലയിലുള്ള ആളുകളെ വിളിച്ചു വരുത്തി ചെറിയ കാര്യങ്ങളിൽ പോലും ക്ലാരിഫിക്കേഷൻ നടത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഇവിടെ ഇമ്രാനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പേര് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഈ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ടും എല്ലാം കൂടുതൽ പേരെ പോലീസ് എല്ലാ പഴുതുകളും അടച്ച് ചോദ്യം ചെയ്യുന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അരുൺ. സിബി ജോസഫ് കൊച്ചിയിൽ നിന്ന്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടിയും ദിലീപുമായി ബന്ധമുള്ളവരിൽ നിന്നെല്ലാം മൊഴിയെടുത്ത അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായാണ് മഞ്ജു വാര്യരിൽ നിന്നും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. ഇതിനിടെ തന്റെ കസ്റ്റഡി അവസാനിപ്പിക്കണമെന്ന പൾസർ സുനിയുടെ അപേക്ഷ കോടതി തള്ളി. കൂട്ടുപ്രതികളായ വിഷ്ണു, വിപിൻ ലാൽ എന്നിവരെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഗൂഢാലോചന സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായാണ് ഇരുവരും പ്രതികരിച്ചത്.
ജയിലിലെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പൾസറിന്റെ സഹതടവുകാരായിരുന്ന വിഷ്ണുവും വിപിൻലാലും ഗൂഢാലോചന സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായി പ്രതികരിച്ചത്. സംഭവത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിനു മറുപടിയായി വിഷ്ണു പറഞ്ഞു. ദിലീപിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ലെന്നായിരുന്നു മറുപടി. പൾസർ സുനി പറഞ്ഞതെല്ലാം ശരിയാണെന്നും വിഷ്ണു പറഞ്ഞു. എന്നാൽ കൂട്ടുപ്രതിയായ വിപിൻലാൽ ദിലീപിന് സംഭവത്തിൽ പങ്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ദിലീപിന് കത്തെഴുതിച്ചതെന്നും വിപിൻലാൽ പറഞ്ഞു. പൾസറും ജയിലധികൃതരും ചേർന്നാണ് ഭീഷണിപ്പെടുത്തിയത്. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും വിപിൻലാൽ പറഞ്ഞു. ഇതിനിടെ ഇരുവരെയും 3 ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തന്റെ കസ്റ്റഡി അവസാനിപ്പിക്കണമെന്ന പൾസർ സുനിയുടെ ഹർജി കോടതി തള്ളി. പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു പൾസർ കോടതിയെ സമീപിച്ചത്. അഭിഭാഷകനോട് സംസാരിക്കണമെന്ന പൾസർ സുനിയുടെ ആവശ്യവും കോടതി നിരാകരിച്ചു. ഇതിനിടെ കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ള കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചു. നടിയുമായോ ദിലീപ് നാദിർഷ കൂട്ടുകെട്ടുമായോ സൗഹൃദമുള്ളവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ചോദിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസുമായോ ഗൂഢാലോചനയുമായോ ഒരു പങ്കുമില്ലാത്തവരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയും. ഇതിന്റെ ഭാഗമായാണ് മഞ്ജു വാര്യരിൽ നിന്നും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ സിനിമാ മേഖലയിലെ പ്രമുഖരിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാരിന്റേത് നിഷ്പക്ഷ നിലപാടായിരുന്നുവെന്ന് മുൻ DGP സെൻകുമാർ. ആരെയും രക്ഷിക്കാനോ ശിക്ഷിക്കാനോ സർക്കാർ ശ്രമിച്ചിട്ടില്ല. അന്വേഷണത്തിൽ സർക്കാർ ഇടപെട്ടിരുന്നില്ല എന്നും സെൻകുമാർ കൊച്ചിയിൽ പറഞ്ഞു. എനിക്കറിയുന്നിടത്തോളം കാര്യം സർക്കാർ ഇതിൽ അഡ്വൈസായിട്ട് യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. സത്യം കണ്ടെത്തണമെന്നാണ്. കാരണം നിങ്ങൾക്കറിയാം, ഈ സർക്കാരിനെ പ്രത്യേകിച്ച് സംരക്ഷിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നത്, സർക്കാർ ഇതിൽ സത്യം കണ്ടെത്തണമെന്ന് മാത്രമാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതായിട്ടും അതിന് വിരുദ്ധമായിട്ട് യാതൊരു ഡയറക്ഷൻ ഒരാൾക്കും പോയിട്ടുള്ളതായിട്ടും എനിക്കറിവില്ല. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് DGP ലോക്നാഥ് ബെഹ്റ. അന്വേഷണത്തിന് മേൽനോട്ട ചുമതല വഹിക്കുന്ന ബി സന്ധ്യയെ DGP പ്രശംസിച്ചു. അതേസമയം ദിലീപിന് താൻ ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്ന് മുൻ DGP സെൻകുമാർ വ്യക്തമാക്കി. തെളിവ് കിട്ടിയതിനു ശേഷം മാത്രം ദിലീപിനെ ചോദ്യം ചെയ്താൽ മതിയായിരുന്നു എന്നും സെൻകുമാർ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ADGP ബി സന്ധ്യയുടെ അന്വേഷണത്തെ TP സെൻകുമാർ പരസ്യമായി വിമർശിച്ചിരുന്നു. കേസിൽ തെളിവില്ല, ബി സന്ധ്യയുടെ പബ്ലിസിറ്റി സ്റ്റണ്ടാണ് കേസിൽ നടക്കുന്നതെന്നായിരുന്നു ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. ഈ വിമർശനങ്ങൾ പാടെ തള്ളിക്കൊണ്ടാണ് DGP ലോക്നാഥ് ബെഹ്റയുടെ കത്ത്. സെൻകുമാറിന്റേത് വ്യക്തിപരമായ വിലയിരുത്തലാണ്, അതിനോട് യോജിപ്പില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരാരും ഏകോപനമില്ലെന്ന് പരാതി പറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ വിമർശനങ്ങൾ മുഖവിലക്കെടുക്കാതെ മുന്നോട്ടു പോകാനാണ് ബി സന്ധ്യയ്ക്ക് നൽകിയ കത്തിൽ DGP നിർദ്ദേശിക്കുന്നത്. സെൻകുമാറിന്റെ വിമർശനങ്ങൾക്കെതിരെ നേരത്തെ ബി സന്ധ്യ DGPക്ക് പരാതി നൽകിയിരുന്നു. പരാതി കത്തും അന്വേഷണ നടപടികളും പരിശോധിച്ചാണ് DGPയുടെ മറുപടി. അതേസമയം കേസിൽ സംശയവും തെളിവും രണ്ടാണെന്ന് സെൻകുമാർ പ്രതികരിച്ചു. ദിലീപിന് ക്ലീൻ ചിറ്റ് നൽകിയല്ല അഭിമുഖത്തിൽ സംസാരിച്ചത്. ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരാളെ പ്രതിയാക്കുന്നതിനുള്ള തെളിവുകൾ ഉണ്ടായിരുന്നില്ല. സംശയങ്ങളുണ്ടായിരുന്നിരിക്കാം. സംശയങ്ങൾ തെളിവുകൾക്ക് ബദലാകില്ല. എന്നെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ ആർക്കെങ്കിലും ക്ലീൻ ചിറ്റ് കൊടുക്കാറോ മുഴുവൻ എവിഡൻസും വരുന്നവരെ, അതുപോലെ ഒരാൾ പ്രതിയല്ല എന്നൊന്നും പറയാറില്ല. സെൻകുമാർ പറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് നൽകിയതെന്ന് അഭിമുഖം പ്രസിദ്ധീകരിച്ച സമകാലിക മലയാളവും വിശദീകരിച്ചു. മറിച്ചുള്ള സെൻകുമാറിന്റെ പരാമർശങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും വാരിക വിശദീകരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കൊച്ചി. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിന് വനിതാ കമ്മീഷൻ കേസെടുത്തു. സോഷ്യൽ മീഡിയയിലടക്കം അപകീർത്തിപരമായ പരാമർശം നടത്തി എന്നതിനാണ് കേസ്. വനിതാ സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ പരാതിയിലാണ് കേസെടുത്തത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷീജ, ഈ കേസിന്റെ പരിധിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ആർക്കൊക്കെ എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? അരുൺ, പ്രധാനമായും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാനൽ ചർച്ചകൾ, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും നടത്തിയ പരാമർശങ്ങൾ എന്നിവ അപകീർത്തികരമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമയിലെ തന്നെ വനിതാ സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് വനിതാ കമ്മീഷന് പരാതി നൽകിയിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഈ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ സംഭവങ്ങളും അത് വിശദമായി പരിശോധിക്കാൻ തന്നെയാണ് ചെയർപേഴ്സണായിട്ടുള്ള MC ജോസഫൈൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരാതികളെല്ലാം തന്നെ നേരിട്ട് പരിശോധിക്കാനായി കമ്മീഷന്റെ തന്നെ ഡയറക്ടർ BU കുര്യാക്കോസിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കമ്മീഷൻ തുടർ നടപടികൾ സ്വീകരിക്കുക. ഷീജ വിവരങ്ങൾ നൽകിയത്. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ വില കുറച്ചതായി ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. കോഴിയിറച്ചി കിലോയ്ക്ക് 87 രൂപയ്ക്ക് തന്നെ വിൽക്കണം എന്നും ധനമന്ത്രി. വില കൂട്ടി വാങ്ങുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും GSTയുടെ മറവിൽ കൊള്ള നടത്താൻ അനുവദിക്കില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. MRPയേക്കാൾ കൂടുതൽ വിൽക്കാൻ കഴിയില്ല. MRPയേക്കാൾ കൂടുതൽ വിൽക്കണമെങ്കിൽ അത് റീറ്റെയിലർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല.
ആരെങ്കിലും അത്തരത്തിൽ MRP വിലയിൽ വർധനവ് വരുത്തുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായ നടപടികൾ സർക്കാർ പരിശോധിക്കും. അത് സമ്മർദ്ദം ചെലുത്തിയിട്ട് ആ പരിശോധന ഒന്നും വീണ്ടും വേണ്ടെന്ന് വെപ്പിക്കാൻ പറ്റുമെന്ന് ആരും ചിന്തിക്കേണ്ട. അതിന് MRP വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നതാണെങ്കിൽ ഒരു സംശയവും വേണ്ട, കേസെടുക്കും. ഒരു സമ്മർദ്ദത്തിനും മുഴങ്ങാൻ തയ്യാറില്ല. നിയമം നടപ്പാക്കുക തന്നെ ചെയ്യും. ഹീമോഫീലിയ ബാധിതന് HIV തെറ്റായി റിപ്പോർട്ട് ചെയ്ത് ലാബ്. കോഴിക്കോട്ടെ സ്വകാര്യ ലാബാണ് തെറ്റായ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ രോഗി HIV ബാധിതനല്ല എന്ന ഡോക്ടർമാർ. ലാബിനെതിരെ നടപടിക്കൊരുങ്ങി രോഗിയുടെ കുടുംബം. വർഷങ്ങളായി ഹീമോഫീലിയയ്ക്ക് ചികിത്സ തുടരുന്ന മലപ്പുറം കോട്ടക്കൽ സ്വദേശി അൻവർ സാദത്തിന്റെ മകൻ അസീസുദ്ദീനാണ് സ്വകാര്യ ലാബുകാർ HIV ആണെന്ന തെറ്റായ റിപ്പോർട്ട് നൽകിയത്. രക്തം കയറ്റുന്നതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ അസീസുദ്ദീന് എലിസ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടറാണ് നിർദ്ദേശിച്ചത്. രക്തം കയറ്റാനായി കയ്യിൽ കാനുല കുത്തുന്നതിനിടെ നഴ്സിന് നീഡിൽ കൊണ്ട് മുറിവേറ്റതിനാലാണ് ഡോക്ടർ ടെസ്റ്റ് നടത്താൻ പറഞ്ഞത്. കോളേജ് പരിസരത്തുള്ള ആലിയ ലാബിൽ നിന്നാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ രക്തത്തിൽ HIV കൂടിയ അളവായ 5.3 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. HIV പോസിറ്റീവ് ആണെന്ന ലാബ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അസീസുദ്ദീനെ പരിചരിച്ച നഴ്സുമാരും ഡോക്ടർമാരും പ്രതിരോധ മരുന്നെടുക്കേണ്ട അവസ്ഥയുണ്ടായി. ലാബ് റിപ്പോർട്ട് ഉറപ്പിക്കാനായി മറ്റു ലാബുകളിലും കോളേജിലെ ലാബിലും പരിശോധിച്ചപ്പോഴാണ് HIV ഇല്ലെന്ന കാര്യം ഡോക്ടർമാർ ഉറപ്പിച്ചതെന്ന് അൻവർ സാദത്ത് പറയുന്നു. അപ്പോൾ ഇത് പഠിക്കാത്തവരാണ് ലാബിൽ പോയിരിക്കുന്നത്. ഇതുണ്ടാവും. ഇത് എനിക്ക് സംഭവിച്ച മാതിരി ഇനി വേറെ രോഗികൾക്ക് ഇത് സംഭവിക്കാൻ പാടില്ല. കാരണം അപ്പത്തെ ആ 2-3 ദിവസത്തെ ഈ 2 ദിവസത്തെ അവസ്ഥ പറയാൻ പറ്റില്ല. കാരണം എൻ്റെ കുടുംബം ആകെ വളരെ ഇതിലാണ്. ഞങ്ങൾ മാറ്റി നിർത്തപ്പെടല്ലേ. കോഴിക്കോട്ടെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവിന്റെ മരുമകന്റെ ഉടമസ്ഥതയിലുള്ള ലാബിനെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് അസീസുദ്ദീന്റെ കുടുംബം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ പ്രവേശിക്കുന്നതിന് നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ PK കൃഷ്ണദാസിന് വിലക്ക്. കോയമ്പത്തൂരിൽ തുടർന്നാൽ മതിയെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. ജിഷ്ണു പ്രണോയി, ഷഹീർ ഷൌക്കത്ത് അലി കേസുകളിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഉത്തരവ്. നെഹ്റു കോളേജ് വിദ്യാർത്ഥികളായ ജിഷ്ണു പ്രണോയെയും ഷഹീർ ഷൌക്കത്തിലെയും മർദ്ദിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് കൃഷ്ണദാസ് കേരളത്തിൽ പ്രവേശിക്കുന്നതിനെ സുപ്രീം കോടതി വിലക്കിയത്. 2 കേസുകളും വളരെ ഗൗരവമുള്ളതാണ്. ഇടിമുറിയുണ്ടാക്കി വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നയാളാണ് കൃഷ്ണദാസ് എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടി. ജിഷ്ണു പ്രണോയ് മർദ്ദനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഇതേ കേസിലെ തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായാണ് ഷഹീർ ഷൌക്കത്ത് അലി മർദ്ദനക്കേസ്. അതിനാൽ കൃഷ്ണദാസിന്റെ ജാമ്യം റദ്ദാക്കി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം. ജിഷ്ണു കേസ് തുടർ അന്വേഷണത്തിനായി CBIക്ക് വിട്ടിരിക്കുകയാണ്. കേസിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നതായി വ്യക്തമാക്കിയ സുപ്രീം കോടതി കേരളത്തിൽ P കൃഷ്ണദാസ് പ്രവേശിക്കേണ്ടതില്ലെന്ന് ഉത്തരവിട്ടു. അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ കോയമ്പത്തൂരിൽ തുടരണം. നെഹ്റു കോളേജ് ഗ്രൂപ്പിന്റെ ഓഫീസ് കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്നത് കണക്കിലെടുത്താണ് അവിടെ തുടരാൻ കോടതി അറിയിച്ചത്. മക്കൾ പാലക്കാട്ട് പഠിക്കുന്നതിനാൽ കേരളത്തിൽ പോകാൻ അനുവദിക്കണമെന്ന് കൃഷ്ണദാസിന്റെ അഭിഭാഷകൻ ആവർത്തിച്ചാവശ്യപ്പെട്ടു. എന്നാൽ കൃഷ്ണദാസ് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നില്ലല്ലോ എന്നായിരുന്നു കോടതിയുടെ മറുപടി. മക്കളല്ലേ പഠിക്കുന്നത്. കോയമ്പത്തൂർ നല്ല സ്ഥലമാണെന്നും കോടതി കൃഷ്ണദാസിന്റെ അഭിഭാഷകനോട് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ മാത്രം കേരളത്തിലെത്തിയാൽ മതി. കേസ് അന്വേഷണത്തെക്കുറിച്ച് CBIയുടെ അഭിപ്രായം കൂടി അറിയാൻ കോടതി തീരുമാനിച്ചു. കേസ് CBIക്ക് സർക്കാർ കൈമാറിയ സാഹചര്യത്തിൽ അത് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ പറഞ്ഞു. നെഹ്റു കോളേജ് ചെയർമാൻ കൃഷ്ണദാസിനെതിരായ കോടതി ഉത്തരവിൽ പ്രതികരിക്കുകയായിരുന്നു മഹിജ. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ആദ്യം തന്നെ ജിഷ്ണു കേസിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. അത് ശരിവെക്കുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിച്ചു എന്ന പരാതിയിൽ സഹകരണ ബാങ്ക് സെക്രട്ടറിമാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞു. കൊല്ലം, കടക്കൽ, മയ്യനാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിമാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഹൈക്കോടതി തടഞ്ഞത്. അഴിമതി നിരോധന നിയമം ഈ കേസിൽ എങ്ങനെ ബാധകമാകുമെന്ന് ഹൈക്കോടതി CBIയോട് ചോദിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് 6 സഹകരണ ബാങ്ക് സെക്രട്ടറിമാരെ പ്രതിയാക്കി CBI കേസെടുത്തത്. ജസ്റ്റിസുമാരെയും ഗവർണർമാരെയും വിവരാവകാശ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന് സുപ്രീംകോടതി. ജനങ്ങൾക്ക് മുന്നിൽ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട എന്നും സുപ്രീംകോടതി. സംസ്ഥാനത്തെക്കുറിച്ച് രാഷ്ട്രപതിക്ക് നൽകിയ റിപ്പോർട്ട് പരസ്യപ്പെടുത്താത്ത ഗോവ ഗവർണറുടെ നടപടിക്കെതിരായ ഹർജിയിൽ വാദം കേൾക്കുമ്പോഴാണ് സുപ്രീംകോടതിയുടെ പരാമർശം.
വിവരാവകാശ നിയമത്തിൽ നിർണായകമായ ഇടപെടലുകൾക്ക് കാരണമാകുന്ന പരാമർശമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. RTI പരിധിയിൽ നിന്ന് ഗവർണർമാരെയും അവരുടെ ഓഫീസിനെയും ഒഴിവാക്കിയത് എന്തിനെന്ന് കോടതി ചോദിച്ചു. എന്താണ് ഒളിക്കാനുള്ളത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് പോലും സുതാര്യമായാണ് പ്രവർത്തിക്കുന്നത്. അവരെയും വിവരാവകാശ നിയമപരിധിയിൽ ഉൾപ്പെടുത്താമെന്നിരിക്കെ ഗവർണർമാരെയും നിയമപരിധിയിൽ കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 2007 ഗോവയുടെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അന്നത്തെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച കത്ത് വിവരാവകാശ നിയമപ്രകാരം നൽകാൻ മുംബൈ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ അരുൺ മിശ്ര, അമിതാവ് റോയ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വാശ്രയ കോളേജുകളിലെ ഫീസ് നിർണയം ചോദ്യം ചെയ്ത മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ഫീസ് ഘടന നിർണ്ണയിക്കാൻ പ്രവേശന മേൽനോട്ട സമിതിക്ക് അധികാരം നൽകി ഓർഡിനൻസ് പുറപ്പെടുവിച്ചതായി സർക്കാർ കോടതിയെ അറിയിച്ചു. ഓർഡിനൻസിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. IIT-കളിലേക്കുള്ള പ്രവേശനം സുപ്രീംകോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. പ്രവേശന പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതി നടപടി. ഗ്രേസ് മാർക്ക് നൽകുന്നത് സംബന്ധിച്ച തീരുമാനം കോടതി വ്യക്തമാക്കുന്നതുവരെ പ്രവേശനം നടത്തരുത് എന്നാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഹൈക്കോടതികളിലുള്ള കേസുകളും സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. വിദ്യാർത്ഥികൾക്ക് 7 ചോദ്യങ്ങൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയിരുന്നു. ഹിന്ദി ചോദ്യപേപ്പറിലെ അച്ചടിപ്പിശകിനെ തുടർന്നായിരുന്നു നടപടി. ഇതിനെതിരെ പ്രവേശന പരീക്ഷ എഴുതിയ ഐശ്വര്യ അഗർവാൾ എന്ന വിദ്യാർത്ഥിനി നൽകിയ ഹർജി പരിഗണിച്ചാണ് IIT-കളിലേക്കുള്ള പ്രവേശനം സുപ്രീംകോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തത്. ഉത്തരമെഴുതാൻ ശ്രമിച്ചിരുന്നു എന്ന് പോലും പരിഗണിക്കാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഗ്രേസ് മാർക്ക് നൽകിയതിലൂടെ റാങ്ക് പട്ടിക അട്ടിമറിക്കപ്പെട്ടുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഈ വാദങ്ങൾ പരിഗണിച്ച് ജസ്റ്റിസ് ദീപക് മിശ്ര, AM കാൻവിൽക്കർ എന്നിവരുടെ ബെഞ്ചാണ് നിലവിലെ IIT കൗൺസിലിംഗും പ്രവേശന നടപടിയും തടഞ്ഞത്. ഗ്രേസ് മാർക്ക് നൽകുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതി നിലപാട് വ്യക്തമാക്കുന്നതുവരെ പ്രവേശനം നടത്തരുതെന്നാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഹൈക്കോടതികളിലുള്ള കേസുകളും സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. സമാനമായ പുതിയ ഹർജികൾ സുപ്രീംകോടതി നിലപാട് അറിയിക്കുന്നതുവരെ ഹൈക്കോടതികൾ സ്വീകരിക്കേണ്ടതില്ലെന്നും ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. JEE അഡ്വാൻസ് പ്രവേശന പരീക്ഷയുടെ ഇത്തവണത്തെ റാങ്ക് പട്ടിക റദ്ദാക്കുന്നത് സംബന്ധിച്ചുള്ള നിലപാട് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയത്തോട് നേരത്തെ സുപ്രീംകോടതി തേടിയിരുന്നു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്ത് GST നടപ്പാക്കിയത് വേണ്ടത്ര മുൻകരുതൽ ഇല്ലാതെ എന്ന് സാമ്പത്തിക വിദഗ്ധർ. നികുതിയും വിലകളും തമ്മിലുള്ള അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ അവ്യക്തതയാണ് വ്യാപാര സമൂഹം ചൂഷണം ചെയ്യുന്നത് എന്ന് ആസൂത്രണ ബോർഡ് അംഗം KN ഹരിലാൽ പറഞ്ഞു. കൊള്ള ലാഭം എടുക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇടപെടൽ വേണം എന്നതാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ജൂൺ 30 അർദ്ധരാത്രി പ്രഖ്യാപിച്ച് ജൂലൈ 1 മുതൽ രാജ്യത്ത് നടപ്പായ ചരക്ക് സേവന നികുതി സംബന്ധിച്ച ആശങ്കയിൽ നിന്നും സംസ്ഥാനം ഇതുവരെയും കരകയറിയിട്ടില്ല. വേണ്ടത്ര തയ്യാറെടുപ്പ് കേന്ദ്രം ഇതിനായി നടത്തിയില്ല എന്നതാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. പ്രധാനമായും നികുതി നിരക്കിലെ അവ്യക്തതയാണ് വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്. നികുതിയും വിലകളും തമ്മിലുള്ള അവ്യക്തതയ്ക്കും പരിഹാരമായിട്ടില്ല. ഈ അവ്യക്തതയാണ് വ്യാപാരി സമൂഹം ചൂഷണം ചെയ്യുന്നത്. ഇതാണ് സംസ്ഥാനത്തെ വലിയ വിലക്കയറ്റത്തിലേക്കും തള്ളിവിട്ടിരിക്കുന്നത്. കൊള്ളലാഭമെടുക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇടപെടൽ വേണമെന്ന് സാമ്പത്തിക വിദഗ്ധനും ആസൂത്രണ ബോർഡ് അംഗവുമായ KN ഹരിലാൽ പറഞ്ഞു. അതുപോലെ തന്നെ ഈ അവ്യക്തതകളെ വളരെ ഫലപ്രദമായിട്ട് ചൂഷണം ചെയ്യുന്ന ചില വ്യാപാരികളും വ്യാപാരി സമൂഹവും ഈ ഒരു പുതിയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ വരണം. കൊള്ളലാഭം എടുക്കുന്ന വ്യവസായികൾക്കും കച്ചവടക്കാർക്കും എതിരായിട്ടുള്ള ഒരു ജാഗ്രതയും അതിനാവശ്യമായ നടപടികളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ മാത്രമേ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. സംസ്ഥാനത്ത് അമിതലാഭമെടുക്കുന്ന വ്യാപാരികൾക്കെതിരെ നിയമ നടപടിയെടുക്കണം. എന്നാൽ അതിന് ഉദ്യോഗസ്ഥർക്ക് GST സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണം. ഇതിനായി കേന്ദ്രം അതാത് സംസ്ഥാനങ്ങളുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി ധാരണയിലെത്തണം എന്നതാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. GST യാഥാർത്ഥ്യമായതോടെ പലതിനും നികുതി കുറഞ്ഞെങ്കിലും വില കുറയ്ക്കാൻ വ്യാപാരികൾ തയ്യാറായിട്ടില്ല. ഇതിനായുള്ള നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. S. ഷീജ, തിരുവനന്തപുരം. ബംഗാളിൽ മോഡലും നടിയുമായ സോണിക ചൌഹാന്റെ ദുരൂഹ മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് നടൻ വിക്രം ചാറ്റർജിയെ അറസ്റ്റ് ചെയ്തു. ബംഗാൾ രാഷ്ട്രീയത്തിൽ തന്നെ വഴിത്തിരിവുണ്ടാക്കിയ സംഭവമാണ് സോണിക ചൌഹാന്റെ മരണം. ഇക്കഴിഞ്ഞ ഏപ്രിലിലാണ് കാർ അപകടത്തിൽ സോണിക ചൌഹാൻ കൊല്ലപ്പെട്ടത്. അപകടത്തിനു ശേഷം ഒളിവിലായിരുന്ന വിക്രം ചാറ്റർജിയെ ഇന്ന് പുലർച്ചയ്ക്ക് കൊൽക്കത്തയിലെ വസതിയിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മതിയായ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കി. ഏപ്രിൽ 29 പുലർച്ചെ 3:30 വിക്രം ചാറ്റർജി പാർട്ടി കഴിഞ്ഞ് സോണിക ചൌഹാനുമൊത്തു മടങ്ങവെ കാർ അപകടത്തിൽപ്പെട്ടത്. വാഹനമോടിക്കുമ്പോൾ ചാറ്റർജി മദ്യപിച്ചിരുന്നെന്നും അതല്ല അമിതവേഗമാണ് അപകടത്തിൽ കലാശിച്ചതെന്നുമാണ് റിപ്പോർട്ടുകൾ.
മുഖ്യമന്ത്രി മമതാ ബാനർജിയും അവരുടെ പാർട്ടിയും രാഷ്ട്രീയ താൽപര്യങ്ങൾ കൊണ്ടും ബംഗാളിലെ മികച്ച ടെലിവിഷൻ ഷോയുടെ ഭാഗമായതുകൊണ്ടും ചാറ്റർജിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനാൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ തന്നെ വഴിത്തിരിവുണ്ടാക്കിയ സംഭവമാണ് സോണിക ചൗഹാന്റെ മരണം. ന്യൂസ് ഡെസ്ക്. കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന 24ാമത് സെറ ക്രെഡായി പ്രോപ്പർട്ടി ഷോ കോഴിക്കോട് മറൈൻ ഡ്രൈവിൽ ആരംഭിച്ചു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി വി നിധീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്രെഡായി അംഗങ്ങളായ ഭവന നിർമ്മാതാക്കളെയും ഭവന വായ്പദാതാക്കളെയും ഒരേ കുടക്കീഴിൽ അണിനിരത്തുന്ന പ്രോപ്പർട്ടി ഷോ ജൂലൈ 9 സമാപിക്കും.